നമ്മുടെ ഡൈനിങ് ചെയർസ് ഒക്കെ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പീസ് ഞാൻ കാണിക്കുന്നത് 749 MRP വരുന്നതാണ് കണ്ടോ. ഇതിന്റെ പീസ് വരുന്നത് 749 ആണ്. ഈ ഫ്രണ്ടിലെ ഡൈനിങ് സ്പേസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചെയർ ആയിട്ട് യൂസ് ചെയ്യാം. സൗണ്ട് ഉള്ള സീറ്റ് ആയിരിക്കും കേട്ടോ അത് വരുന്നത് കണ്ടോ. ഇതാണ് ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അതായത് കണ്ടോ, നോർമൽ ആയിട്ട് വരുന്ന ഡൈനിങ് ചെയർ ആണ്. 2 ഹൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ചെയർ ആണ് കേട്ടോ. നോർമൽ ആയിട്ട് വരുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നേരെ ഹാഫ് സൈസിലേക്കും കൂടെ അവൈലബിൾ ആണ്. അതായത് ഈ പോർഷൻ വെച്ച് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് കണ്ടോ. ഇതിങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് പോർഷനിൽ ഇതിന്റെ ഫുഡ് പോർഷൻ വെച്ച് കൊടുത്താൽ മതിയോ. അപ്പോൾ അങ്ങനെ 2 ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയർ ആണ് ഇത് വരുന്നത് കണ്ടോ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ ഡൈനിങ് പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് ഈ പ്ലേറ്റ് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് വെക്കാൻ പറ്റുന്ന പീസാണ്. പിന്നെ എന്ന് പറയുന്ന 2 ടൈപ്പാണ് ഇത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. വിത്ത് കുഷ്യനും അതുപോലെ തന്നെ വിത്തൌട്ട് കുഷ്യനും നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ. ഇതെന്ന് പറയുന്നത് വിത്ത് കുഷ്യൻ വരുന്നതാണ്. ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 2990 ആണ്. ഇത് വിത്തൌട്ട് കുഷ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ 2390 ആണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. ഇത്രയും പീസസ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് ചേർത്തല ടൗണിനുള്ളിൽ തന്നെ ഹിമാലയ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഷോപ്പ് വിസിറ്റ് ചെയ്യാം. നെക്സ്റ്റ് പീസ് വന്നിരിക്കുന്നത് ലെതറിൽ, അതായത് സിന്തറ്റിക് ലെതറിൽ വരുന്ന കുഷ്യനോട് കൂടിയിട്ടുള്ള പീസാണ്. ഇതിനും ഫസ്റ്റ് നമ്മൾ കാണിച്ച ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ബെൽറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ. ഇത് വരുന്നത് സിന്തറ്റിക് ലെതറാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കറിയോ കാര്യങ്ങളോ കുഞ്ഞുങ്ങളുടെ സ്പിൽ ഔട്ട് ആയിടുന്ന വീഴുന്ന ഐറ്റംസ് ഒക്കെ വീഴുകയാണെന്നുണ്ടെങ്കിലും കറിയുടെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ആ കുഷ്യനിലേക്ക് സക്കിനാവത്തില്ല. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കിത് റിമൂവ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന ആ സെയിം തന്നെ ഇതിനൊരു പ്ലേറ്റ് നമുക്ക് അഡീഷണൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട് ചെറിയ 1-2 കുഞ്ഞു പീസസും അവരുടെ ആ ഒരു മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ വീൽസ് വരുന്നുണ്ട്. 4 വീല് വരുന്നുണ്ട് കണ്ടോ ഇതിന്റെ സൈഡിൽ. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വീലിനും സ്റ്റോപ്പറും കൂടെ ആഡ് ആവുന്നുണ്ട് കണ്ടോ. ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യത്തില്ല ആ ഒരു പീസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കുഞ്ഞുങ്ങളെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വെക്കാനും നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ കുഞ്ഞിനെ എടുത്ത് റിമൂവ് ചെയ്യിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് മൂവ് ചെയ്യിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പീസാണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോഡക്ട്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ അല്ലാതെ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിൽ നമ്പറിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.